നമസ്കാരം. ആശ്രിത നിയമനം സംബന്ധിച്ച ഏറ്റവും പുതിയ സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഒഴിവുകളിലേക്ക് കൂടി ആശ്രിത നിയമന വ്യവസ്ഥ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് നമുക്ക് അവിടെ നിന്നും ആരംഭിക്കാം. വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ പറഞ്ഞു വന്നത്, നേരത്തെ ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ഒഴിവുകൾ ആശ്രിത നിയമനത്തിന്റെ പരിധിയിൽ വരില്ലായിരുന്നു. ഈ ഉത്തരവ് തീയതി മുതൽ ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസിയും ആശ്രിത നിയമനത്തിന്റെ പരിധിയിൽ വരും. എന്താണ് അതിന്റെ വ്യവസ്ഥകളെന്ന് നോക്കാം. ഓരോ വകുപ്പിലും ഉണ്ടാകുന്ന ക്ലാസ് 3, ക്ലാസ് 4, അതുപോലെ തന്നെ പാർട്ട് ടൈം കണ്ടിൻജന്റ് തസ്തികകൾ, ഇവയിലേക്കാണ് ആശ്രിത നിയമനം നടത്തുന്നത്. നമുക്കറിയാം, ഈ ക്ലാസ് 3 ആയാലും ക്ലാസ് 4 ആയാലും അതിന്റെ എൻട്രി കേഡറിലേക്കാണ് നിയമനം നടത്തുന്നത്. ഇപ്പോൾ ഈ ക്ലറിക്കൽ തസ്തികയുടെ എൻട്രി കേഡർ ഏതാണ്? ക്ലറിക്കൽ തസ്തികകൾ ഒരുപാടുണ്ടല്ലോ. LDC ഉണ്ട്, UDC ഉണ്ട്. അതായത് ഇപ്പോഴത്തെ ക്ലർക്ക്, സീനിയർ ക്ലർക്ക്, അത് കഴിഞ്ഞ് ഹെഡ് ക്ലർക്ക്, അങ്ങനെ പല പല തസ്തികകൾ ഉൾപ്പെടുന്നതാണ് ഈ ക്ലറിക്കൽ തസ്തിക എന്ന് പറയുന്നത്. അതിൽ നേരിട്ട് നിയമനം നടത്തുന്നത് എവിടെയാണ്? LD ക്ലർക്കായിട്ടാണ് നേരിട്ട് നിയമനം നടത്തുന്നത്. അതാണ് അവിടുത്തെ എൻട്രി കേഡർ എന്ന് പറയുന്നത്. ആഭ്യന്തര വകുപ്പിലാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറാണ് അവിടുത്തെ എൻട്രി കേഡർ. അപ്പോൾ ചോദിക്കും, SI തസ്തികയിലേക്ക് നേരിട്ട് നിയമനമുണ്ടല്ലോ, അതും എൻട്രി കേഡർ അല്ലേ എന്ന്. അതിലേക്കും ആശ്രിത നിയമനം നടത്തിക്കൂടെ എന്ന്. അത് കഴിയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. കാരണം അവിടെ ബേസിക് പേ ഒരു നിർണായക ഘടകമാണ്. ഈ എൻട്രി കേഡറിലെ ബേസിക് പേ 39,300 താഴെ ആയിരിക്കണം. എന്നാൽ SI തസ്തികയിൽ ഇത് ഈ പരിധിക്കും മുകളിലാണ്. അതുകൊണ്ട് അതിനെ ക്ലാസ് 3 ക്ലാസ് 4 നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. എൻട്രി കേഡറിൽ വരുന്ന ഓരോ 16ാമത്തെ ഒഴിവും ആണ് ആശ്രിത നിയമനത്തിനായിട്ട് മാറ്റിവെക്കുന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ എല്ലാ തസ്തികയിലും കൂടി ഒരു വർഷം 100 ഒഴിവുകൾ ഉണ്ടാകുന്നതെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ 16ാമത്തെ ഒഴിവും ആശ്രിത നിയമനത്തിനാണ് മാറ്റിവെക്കുന്നത്. അപ്പോൾ 100/16, ഈ 100 ഒഴിവുകളിൽ 6 എണ്ണം ആശ്രിത നിയമനത്തിനായിട്ട് മാറ്റിവെക്കും. അത് ഏത് തസ്തികയും ആവാം. ലാസ്റ്റ് ഗ്രേഡ് മുതൽ മുകളിലോട്ട് 39,300 താഴെ ബേസിക് പേ വരുന്ന ഏത് തസ്തികയും ആവാം. അവിടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ആവശ്യമുള്ള തസ്തികകളിൽ ആ ക്വാളിഫിക്കേഷൻസ് അച്ചീവ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് പ്രത്യേകത. എന്നാൽ യൂണിഫോം തസ്തികകളിൽ നിലവിൽ 10% ആശ്രിത നിയമനത്തിനായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ തുടരും. മറ്റ് തസ്തികകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓരോ 16ാമത്തെ ഒഴിവുമാണ് ആശ്രിത നിയമനത്തിനായിട്ട് മാറ്റിവെക്കുന്നത്. ആശ്രിത നിയമനപ്രകാരം ജോലിക്ക് അപേക്ഷിക്കുന്ന ഒരാൾക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് തസ്തിക വേണ്ട എന്നാണ് എങ്കിൽ അദ്ദേഹത്തിനത് പ്രത്യേകമായിട്ട് എഴുതി നൽകാം. എനിക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് തസ്തിക ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും വേണ്ട എന്ന് പറയുമോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വയ്ക്കുക. കാസർഗോഡുള്ള ഒരാൾക്ക് ട്രിവാൻഡ്രത്ത് വന്ന് ജോലി ചെയ്യുന്നതിന് തടസ്സമുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? എനിക്ക് തിരുവനന്തപുരത്ത് വരുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസിയിൽ താല്പര്യമില്ല, മറ്റു തസ്തികകളിലേക്ക് നിയമനം മതിയെന്ന് അപേക്ഷയിൽ രേഖപ്പെടുത്താം. അതിനുള്ള സൗകര്യമുണ്ട്. ഒന്നിലധികം ഹെഡ്ക്വാർട്ടേഴ്സുകളുള്ള അല്ലെങ്കിൽ വിവിധ ജില്ലകളിൽ ഹെഡ്ക്വാർട്ടേഴ്സുകളുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. ഇപ്പോൾ നോർത്ത് സോൺ, സെൻട്രൽ സോൺ, സതേൺ സോൺ, ഇങ്ങനെ സോണൽ വൈസിൽ ഹെഡ്ക്വാർട്ടേഴ്സുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ തിരുവനന്തപുരത്തൊരു ഓഫീസ് ഉണ്ടാകും, എറണാകുളത്തൊരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാകും, കോഴിക്കോടൊരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിലുള്ളതെല്ലാം ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസികളാണ്. ചിലർ പറയും, എനിക്ക് ഇന്ന ജില്ലയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസി മതി എന്നുണ്ടെങ്കിൽ അതും ആ അപേക്ഷയിൽ രേഖപ്പെടുത്താം. എനിക്ക് എറണാകുളം ജില്ലയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസി മാത്രം മതിയാകും. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റേയും ഹെഡ്ക്വാർട്ടേഴ്സ് ആവാം, അത് പ്രശ്നമല്ല. അപ്പോൾ ഇദ്ദേഹം വേണ്ട എന്ന് വയ്ക്കുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസി ആർക്ക് കൊടുക്കാം? അടുത്ത ഊഴക്കാരന് കൊടുക്കാം. വേണ്ട എന്ന് വെച്ചയാൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ജില്ലയിൽ അടുത്തതായി വരുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസി അദ്ദേഹത്തിന് തന്നെ നൽകുകയും വേണം. ഇപ്പോൾ കോട്ടയം ജില്ലയിലുള്ള ഒരാൾ തിരുവനന്തപുരത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലൊരു വേക്കൻസി വന്നു, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വേക്കൻസി ആ ഹെഡ്ക്വാർട്ടേഴ്സ് നിയമനത്തിനായി തയ്യാറാക്കിയിരിക്കുന്ന ലിസ്റ്റിൽ അടുത്ത ഊഴക്കാരന് നൽകാം. ഈ കോട്ടയംകാരന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന കോട്ടയം ജില്ലയിലെ അടുത്തതായി വരുന്ന ഒരു വേക്കൻസി അത് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യാം. ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ഒഴിവിൽ നിയമിക്കപ്പെട്ട ഒരാൾ എന്നും അവിടെ തന്നെ ഇരുന്നു കൊള്ളണമെന്ന് നിർബന്ധവുമില്ല. ഇഷ്ടപ്പെട്ട ജില്ലയിൽ ഒഴിവ് വരുമ്പോൾ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്ത് അവിടേക്ക് മാറാൻ കഴിയും. പക്ഷെ അവിടെയും ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസിയിലായിരിക്കും നിയമിക്കപ്പെടുക എന്ന് മാത്രം. സാധാരണഗതിയിൽ ജില്ല മാറി ചെല്ലുമ്പോൾ സീനിയോറിറ്റി നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ അങ്ങനെ സീനിയോറിറ്റി നഷ്ടം ഉണ്ടാവുകയില്ല. ഈ ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസി ഓരോ ജില്ലയ്ക്കും വീതം വെച്ച് കൊടുക്കുന്നതിന് ഒരു ക്രമമുണ്ട്. അത് വടക്ക് നിന്നും തെക്കോട്ടുള്ള ജില്ലകൾ എന്ന ക്രമത്തിലാണ്. അപ്പോൾ ആദ്യം കാസർഗോഡ്, അത് കഴിഞ്ഞ് കണ്ണൂർ, അങ്ങനെ വടക്ക് നിന്ന് തെക്കോട്ട് തിരുവനന്തപുരം ആണ് ഏറ്റവും ലാസ്റ്റ് ഊഴം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് മറ്റ് ചില പൊതുവ്യവസ്ഥകൾ പരിശോധിക്കാം. നിയമനത്തിന് അപേക്ഷിച്ചു, ആശ്രിത നിയമനം.
എന്നാൽ പിന്നീട് അദ്ദേഹം ആ തീരുമാനം മാറ്റുകയാണ്. എനിക്ക് ഈ ജോലി വേണ്ട, എന്നാൽ മറ്റൊരു ആശ്രിതനുണ്ട്, അദ്ദേഹത്തിന് ഈ ജോലി കൊടുക്കണം എന്നയാൾ തീരുമാനിക്കുകയാണെങ്കിൽ മറ്റൊരു ആശ്രിതന് ആ അപേക്ഷ സമർപ്പിക്കാം. പക്ഷേ അതിൻ്റെ ഒരു കാലപരിധിയുണ്ട്. ഇദ്ദേഹം അപേക്ഷ സമർപ്പിച്ചു, റെഫ്യൂസ് ചെയ്തതിന് ശേഷം 6 മാസത്തിനകം തന്നെ അടുത്ത അപേക്ഷ സമർപ്പിച്ചിരിക്കണമെന്നാണ് വ്യവസ്ഥ. അപേക്ഷ സമർപ്പിക്കുന്ന അന്ന് മുതലുള്ള സീനിയോറിറ്റിയെ അദ്ദേഹത്തിന് കിട്ടുകയുമുള്ളൂ. ആശ്രിത നിയമനം ലഭിച്ചയാൾക്ക് തീർച്ചയായും ആ മരിച്ചുപോയ ജീവനക്കാരൻ്റെ മറ്റ് ആശ്രിതരെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അതിൻ്റെ വ്യവസ്ഥകൾ ഈ ഉത്തരവിൽ വളരെ കർശനമായി തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മരിച്ച ജീവനക്കാരൻ്റെ മാതാവ്, പിതാവ് ഇവർ ഒഴികെയുള്ള ആരെങ്കിലുമാണ് ആശ്രിത നിയമനത്തിനായി അപേക്ഷിക്കുന്നതെങ്കിൽ, ഉദാഹരണമായി മരിച്ച ജീവനക്കാരൻ്റെ മകനാണ് ആശ്രിത നിയമനത്തിനായി അപേക്ഷിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മകളാണ് അപേക്ഷിക്കുന്നതെങ്കിൽ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ മരിച്ച ജീവനക്കാരൻ്റെ മാതാവ്, പിതാവ്, പങ്കാളി അഥവാ ജീവിച്ചിരിക്കുന്ന ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ ഭർത്താവ് എന്നിവരെ അവരുടെ ജീവിതകാലം മുഴുവനും മരിച്ച ജീവനക്കാരൻ്റെ മക്കളെയും സഹോദരങ്ങളെയും അവർക്ക് പ്രായപൂർത്തിയാകുന്നതുവരെയും സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ളൊരു സമ്മതപത്രം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയെപ്പറ്റിയെല്ലാം വളരെ വിശദമായി ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കുന്നുണ്ട്, അപേക്ഷയെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെയും ഒരു സമ്മതപത്രമുണ്ട്, അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു സമ്മതപത്രമൊക്കെ നൽകി. പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സമ്മതപത്രത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പുള്ളി അങ്ങ് സൗകര്യപൂർവ്വം മറന്നു എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാമെന്ന് ഈ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. അത് ഓരോന്നോരോന്നായി പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം, പരിചരണം, വളരെ സ്നേഹത്തോടെയുള്ള പരിചരണം എന്നിവയാണ് ആശ്രിതരുടെ സംരക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ലംഘിക്കപ്പെടുകയാണെങ്കിൽ നിയമനാധികാരിക്ക് പരാതി നൽകണം. ഇപ്പോൾ മകൻ ജോലി കിട്ടി, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നോക്കുന്നില്ല എന്ന് ഒരച്ഛനോ ഒരമ്മയ്ക്കോ പരാതി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? നിയമനാധികാരിക്ക് അപേക്ഷ നൽകണം. ആ നിയമനാധികാരി എന്ത് ചെയ്യണം? അദ്ദേഹം ഇത് തഹസീൽദാർക്ക് റിപ്പോർട്ട് ചെയ്യണം. തഹസീൽദാരോട് പറയണം ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയണം. തഹസീൽദാർ ഈ അപേക്ഷ കൈമാറി കിട്ടി 1 മാസത്തിനകത്ത് തന്നെ വസ്തുനിഷ്ഠമായ വളരെ സമഗ്രമായ ഒരു അന്വേഷണ റിപ്പോർട്ട് നിയമനാധികാരിക്ക് തിരികെ കൈമാറണം. എന്താണ് നടപടിയെടുക്കേണ്ടതെന്നുള്ള ഒരു റെക്കമെൻഡേഷൻ സഹിതമാണ് ആ റിപ്പോർട്ട് നിയമനാധികാരിക്ക് കൈമാറേണ്ടത്. ആ റെക്കമെൻഡേഷൻ നേരെ DDOയ്ക്ക് അയക്കും. DDO ആണ് പിന്നീട് അതിന്മേൽ നടപടിയെടുക്കേണ്ടത്. എന്താണ് നടപടി എന്ന് നമുക്ക് നോക്കാം. ഈ കരാർ ലംഘിച്ച ജീവനക്കാരൻ്റെ അടിസ്ഥാന ശമ്പളത്തിൽ നിന്നും, കയ്യിൽ കിട്ടുന്ന ശമ്പളമല്ല, ബേസിക് പേയിൽ നിന്നും അതിൻ്റെ 25% പിടിച്ചെടുത്ത് ഈ അർഹരായ പരാതിക്കാരിക്ക് അല്ലെങ്കിൽ പരാതിക്കാരന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കണം എന്നാണ് പുതിയ വ്യവസ്ഥ. അപ്പോൾ ബേസിക് പേയുടെ 25% പിടിച്ച് പരാതിക്കാരന് നൽകണം. ഇനി ഈ തഹസീൽദാർ കൊടുത്ത റിപ്പോർട്ട് തെറ്റാണ്, അതിൽ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് ഉള്ളതെന്ന് ജീവനക്കാരന് പരാതിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അപേക്ഷ നൽകിയ ആൾക്ക് തന്നെ പരാതി വരാമല്ലോ, അദ്ദേഹത്തിന് അനുകൂലമായ റിപ്പോർട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പറയാം ഇദ്ദേഹം അന്വേഷിച്ചെല്ലാം തെറ്റാണ്. അതുപോലെ തന്നെ ഈ ജീവനക്കാരനും പരാതിപ്പെടാം. അങ്ങനെ ഒരു പരാതി ഉണ്ട് എങ്കിൽ ജില്ലാ കളക്ടറാണ് അവിടുത്തെ അപ്പലറ്റ് അതോറിറ്റി. ജില്ലാ കളക്ടർ എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. അതിന്മേലൊരു മാറ്റവും ആർക്കും വരുത്താൻ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെ 25% പിടിച്ചെടുത്ത് കൊടുക്കണം എന്നൊരു ജീവനക്കാരനെതിരെ ഉത്തരവ് വന്നുവെങ്കിൽ ആ ജീവനക്കാരൻ വിചാരിക്കുകയാണ് എങ്കിൽ ആ 25% ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ ലീവ് എടുക്കാൻ പോവാ ജോലിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ അയാൾക്ക് ലീവ് അനുവദിക്കാമോ? ശൂന്യവേതനാവധി ആവശ്യപ്പെടുകയാണ് അദ്ദേഹം. എന്നാൽ 12A-യും 12C-യും ഈ 2 ശൂന്യവേതനാവധികളും ഇവർക്ക് നൽകാൻ പാടില്ല. അതായത് വിദേശത്ത് ജോലി സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ വിദേശത്തുള്ള പങ്കാളിയെ കാണാൻ പോകുന്നതിനോ ഉള്ള ശൂന്യവേതനാവധി ഇത്തരം നടപടിക്ക് വിധേയരായ ആൾക്കാർക്ക് നൽകാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇടയ്ക്കൊരു 12B ഉണ്ടല്ലോ, പഠനാവശ്യത്തിന് വേണ്ടി പോകുന്ന ലീവ്, അത് കൊടുക്കാൻ കഴിയുമോ? അത് കൊടുക്കാം. എന്നാൽ അപ്പോഴും ശൂന്യവേതനാവധിയാണല്ലോ, ശമ്പളമില്ല. അങ്ങനെ വന്നാൽ ഈ പരാതിക്കാരന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ജീവനാംശം കിട്ടുന്നത്? അതിനും വ്യവസ്ഥയുണ്ട്. 12A-യും 12C-യും കൊടുക്കാൻ പാടില്ല. എന്നാൽ മറ്റേതെങ്കിലും ലീവുകൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം എത്ര നാളത്തേക്കാണോ ലീവ് എടുക്കുന്നത് അത്രയും കാലത്തേക്കുള്ള തുക, ഈ 25% വെച്ചുള്ള തുക അഡ്വാൻസായി ഈ പരാതിക്കാരൻ്റെ അല്ലെങ്കിൽ അർഹതപ്പെട്ട ആശ്രിതൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതായി കാണിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ 12B ഉൾപ്പെടെയുള്ള അനുവദനീയമായ ശൂന്യവേതനാവധികൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 12A, 12B, 12C തുടങ്ങിയ ലീവുകളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വർക്കിംഗ് ക്ലാസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവധിച്ചട്ടങ്ങൾ ഭാഗം 1 എന്ന വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മുകളിലുള്ള ഐ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്കത് കാണാൻ കഴിയും. ആ വീഡിയോ ഒന്ന് കണ്ടേക്കുക. ഇനി പരാതിക്കാർ ഒന്നിലധികം പേരുണ്ടെന്ന് വയ്ക്കുക. ഇപ്പോൾ അച്ഛനും പരാതി കൊടുത്തു, എൻ്റെ മകൻ എന്നെ സംരക്ഷിക്കുന്നില്ല.
അവിവാഹിതയായ ഒരു പെങ്ങളും പരാതി കൊടുത്തു, എന്നെ എൻ്റെ ചേട്ടൻ സംരക്ഷിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ 2 പേർക്കും ചിലവിനുള്ള പണം കിട്ടണ്ടേ? അതെങ്ങനെയാണ്? ഈ 25% 2ആയി വീതിക്കും. ഇനി 4 പരാതിക്കാരുണ്ടെങ്കിൽ 4ആയി വീതിക്കും. എന്തായാലും ആ 25%-നെ 2ആയോ 3ആയോ 4ആയോ ഒക്കെ വീതിച്ചാണ് ഒന്നിലധികം പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് പണം നൽകുന്നത്. എന്നാൽ ഈ പരാതിക്കാരന് അല്ലെങ്കിൽ പരാതിക്കാരിക്ക് ഫാമിലി പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിലോ അവർക്ക് ഈ രീതിയിലുള്ള ഒരു പരിഗണന ലഭ്യമല്ല. എന്നാൽ വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, വെൽഫെയർ ഫണ്ടിൽ നിന്നുള്ള പെൻഷനുകൾ, ഉദാഹരണമായിട്ട് ഇപ്പോൾ കലാകാരന്മാർക്കുള്ള വെൽഫെയർ ഫണ്ടുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ പ്രവാസികൾക്കുള്ള വെൽഫെയർ ഫണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പെൻഷനൊന്നും പരിഗണിക്കത്തില്ല. അതൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഈ തുക ലഭിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഫാമിലി പെൻഷൻ, ഈ ഫാമിലി പെൻഷനെക്കുറിച്ചെല്ലാം വളരെ വിശദമായൊരു വീഡിയോ, പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവനക്കാർക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട വിവിധങ്ങളായ സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ തൊട്ടടുത്ത് തന്നെ വർക്കിംഗ് ക്ലാസ് ചെയ്യുന്നുണ്ട്. അതിൽ DCRG എന്താണെന്നും പെൻഷൻ കമ്മ്യൂട്ടേഷൻ എന്താണെന്നും ഈ പറയുന്ന ഫാമിലി പെൻഷൻ എന്താണെന്നും അത് എത്ര കിട്ടും എന്നൊക്കെയുള്ള ഒരു വിശദമായ വീഡിയോ ഉടൻ തന്നെ വർക്കിംഗ് ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ആശ്രിത നിയമനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ ഇതുപോലെ എൻ്റെ ശമ്പളത്തിൻ്റെ 25% പിടിച്ച് അവർക്ക് നൽകാൻ സാധിക്കും ഇൻ കേസ് ഞാൻ എൻ്റെ ആശ്രിതരെ സംരക്ഷിക്കില്ല എങ്കിൽ എന്നുള്ള ഒരു സമ്മതപത്രം കൂടി വാങ്ങി ഈ സർവീസ് ബുക്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കേണ്ടതാണ് DDO. അത് DDOയുടെ ഉത്തരവാദിത്തമാണ്. ഇതൊക്കെയാണെങ്കിലും ഈ വ്യവസ്ഥകളിൽ മതിയായ കാരണങ്ങളുള്ള പക്ഷം ഇളവുകൾ എന്തെങ്കിലുമൊക്കെ അനുവദിക്കുന്നതിന് അർഹരായവർക്ക് ആ ഇളവുകൾ അനുവദിക്കാൻ മന്ത്രിസഭയ്ക്ക് അംഗീകാരമുണ്ടായിരിക്കും എന്നുകൂടി വ്യവസ്ഥയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആശ്രിത നിയമനത്തിനുള്ള അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള നിർദ്ദിഷ്ട ഫോം ഏത്, അതിനോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ ഏതൊക്കെ എന്നൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ആശ്രിതൻ എവിടെയാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നാണ് ആദ്യത്തെ ചോദ്യം. അത് ആ ജീവനക്കാരൻ അവസാനമായി ജോലി ചെയ്തിരുന്ന ഓഫീസിലെ മേലധികാരിക്ക്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർക്കാണ് അല്ലെങ്കിൽ സൂപ്രണ്ടിനാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഉത്തരവിൻ്റെ അനുബന്ധമായി കുറേയധികം അപേക്ഷാ ഫോമുകൾ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ മാതൃകകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഉത്തരവ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉത്തരവിൻ്റെ ലിങ്കിൽ തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ഉത്തരവിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഉത്തരവ് മുഴുവനായി കിട്ടും. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഈ അപേക്ഷാ ഫോമുകളെല്ലാം നൽകിയിട്ടുമുണ്ട്. അതിൽ അനുബന്ധം A ആയി കൊടുത്തിരിക്കുന്നതാണ് ഈ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നിർദ്ദിഷ്ട അപേക്ഷാ ഫോം. അല്ലാതെ നമ്മൾ വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് പ്രത്യേക ഫോം തന്നെയുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. 16 കോളങ്ങൾ മാത്രമുള്ള വളരെ സിമ്പിളായ ഒരു അപേക്ഷാ ഫോമാണത്. അതിൽ 14, 15, 16 എന്നീ 3 കോളങ്ങൾ ശ്രദ്ധിക്കുക. 14 എന്ന് പറയുന്നത് നിയമനം തേടുന്ന തസ്തികകളുടെ പേര് മുൻഗണനാക്രമത്തിൽ. ഒരാൾക്ക് പരമാവധി 5 തസ്തികകൾ ഓപ്റ്റ് ചെയ്യാം. അത് മുൻഗണനാക്രമത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. ആ മുൻഗണനാക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ് 14ാമത്തെ കോളം. അടുത്തത് അപേക്ഷകൻ തിരഞ്ഞെടുത്ത ജില്ലയാണ്. എനിക്ക് ഏത് ജില്ലയിലേക്കാണ് നിയമനം വേണ്ടത്? എനിക്കിപ്പോൾ കോട്ടയം ജില്ല മതി എന്നാണെങ്കിൽ കോട്ടയം ജില്ല എന്ന് രേഖപ്പെടുത്തുക. കോഴിക്കോടാണ് വേണ്ടെങ്കിൽ കോഴിക്കോടെന്ന് രേഖപ്പെടുത്തുക. അടുത്തത് 16 ആണ് ആസ്ഥാന കാര്യാലയ ഒഴിവ്. അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് വേക്കൻസിയിൽ നിയമിക്കപ്പെടാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്നെഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്നെഴുതുക. എങ്കിൽ ഏത് ജില്ലയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ജില്ലകളിലും ഹെഡ് ക്വാർട്ടേഴ്സ് വേക്കൻസികൾ ഉണ്ടാകും. അതിൽ ഏത് ജില്ലയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് എനിക്ക് നിയമനം നേടാൻ താല്പര്യം? എനിക്ക് എറണാകുളം ജില്ലയിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ മതി എന്നുണ്ടെങ്കിൽ എറണാകുളം എന്ന് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ എല്ലാ ജില്ലയിലെയും എന്നെഴുതാം. അവിടെ ഊഴമനുസരിച്ച് വരുന്ന ഒഴിവുകളിൽ അയാളെ നിയമിക്കും. അപ്പോൾ ഒന്നുകിൽ ഒരു ജില്ല സ്പെസിഫിക് ആയിട്ട് പറയുക, അല്ലെങ്കിൽ എല്ലാ ജില്ലയിലും എന്ന് എഴുതുക. ഈ ഫോമിൻ്റെ അവസാനം ഒരു പ്രതിജ്ഞാപത്രമുണ്ട്. അതുകൂടി ഒപ്പിട്ട് ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആർക്ക്? ഓഫീസ് മേലധികാരിക്ക്. ഇനി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. തഹസീൽദാരിൽ നിന്നുള്ള ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് വേണം. മരിച്ച് 1 വർഷത്തിനകത്ത് വാങ്ങിയ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ജീവനക്കാരൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ഈ അപേക്ഷകൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതിൻ്റെ പകർപ്പ്, അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റും വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും. ഈ വയസ്സ് തെളിയിക്കുന്നതിനും ജാതി തെളിയിക്കുന്നതിനുമൊക്കെ നമ്മുടെ SSLC ബുക്കിൻ്റെ പകർപ്പ് വെച്ചാൽ മതിയെന്നൊരു ഉത്തരവ് ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അതൊരു വലിയ സഹായമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനൊന്നും പോണ്ട. SSLC ബുക്കിൻ്റെ പകർപ്പ്. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു തിരിച്ചറിയൽ രേഖയാണ്. അത് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വെച്ചാൽ മതി. പിന്നെ മക്കൾക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ മരിച്ച ജീവനക്കാരൻ്റെ അല്ലെങ്കിൽ ജീവനക്കാരിയുടെ വിധവ അല്ലെങ്കിൽ വിഭാര്യൻ്റെ സമ്മതപത്രം നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമ്മതപത്രം വാങ്ങി വെച്ചിരിക്കണം.
വിവാഹിതരായ മക്കളാണെങ്കിൽ ആശ്രിതത്വം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്ന് വാങ്ങണം. വിവാഹം കഴിച്ചുപോയി, പക്ഷേ ഇപ്പോഴും ഈ പിതാവിൻ്റെ സംരക്ഷണയിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആശ്രിതത്വം തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആരിൽ നിന്ന് വാങ്ങണം? തഹസീൽദാരിൽ നിന്നും വാങ്ങി ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരല്ല, അല്ലെങ്കിൽ ഞാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗത്തിൽ ഇതുവരെയും പ്രവേശിച്ചിട്ടില്ല എന്നുള്ള ഒരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അപ്പൻഡിക്സ് എ പ്രകാരമുള്ള ഒരു അപേക്ഷയും 10 അനുബന്ധ രേഖകളും സഹിതമാണ് അപേക്ഷ ഓഫീസ് മേലധികാരിക്ക് സമർപ്പിക്കേണ്ടത്. ഇനി ഓഫീസ് മേലധികാരി ഈ അപേക്ഷ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം ഈ അപേക്ഷ വിശദമായി പരിശോധിച്ച് ഇതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ 15 ദിവസത്തിനകം ഈ അപേക്ഷകന് തിരികെ കൊടുക്കണം. അപ്പോൾ ഈ അപേക്ഷകൻ ഈ ന്യൂനതകളെല്ലാം പരിഹരിച്ച് കൊണ്ടുവരുന്ന അപേക്ഷ 25 ദിവസത്തിനകം റെക്കമെൻഡഡ് എന്ന് രേഖപ്പെടുത്തി ത്രൂ പ്രോപ്പർ ചാനൽ എന്ത് ചെയ്യണം? സർക്കാരിലേക്ക് സമർപ്പിക്കണം. ഇപ്പോൾ ആരോഗ്യവകുപ്പിലിരുന്ന് മരിച്ച ഒരു ജീവനക്കാരൻ്റെ ഒരു അനന്തരാവകാശിയാണ് ഇതുപോലെ അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അപേക്ഷ ഈ മേലധികാരി വാങ്ങി പരിശോധിച്ചതിന് ശേഷം ഇത് അദ്ദേഹം DMO വഴി DHSലേക്കാണ് അയക്കേണ്ടത്. അവിടെ നിന്നും അത് സർക്കാരിലേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ ഓഫീസിലേക്കാണ് ഇങ്ങനൊരു അപേക്ഷ വന്നതെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾ 2 ഫോം കൂടി വയ്ക്കണം. അത് അപ്പൻഡിക്സ് സിയും ഡിയുമാണ്. ഇതുകൂടി ഓഫീസ് തലവൻ തെറ്റില്ലാതെ പൂരിപ്പിച്ച് അപേക്ഷയോടും അനുബന്ധ രേഖകളോടൊപ്പം ചേർത്ത് ആണ് നിയമനാധികാരിക്ക് അയക്കേണ്ടത്. അവിടെ നിന്നത് സർക്കാരിലേക്ക് പൊയ്ക്കൊള്ളും. അപ്പോൾ ഫോം എയിലുള്ള ഒരു അപേക്ഷ, 10 അനുബന്ധ രേഖകൾ, സി ഡി എന്നീ അപ്പൻഡിക്സ് ഫോമുകൾ നമ്മുടെ ഓഫീസ് മേലധികാരി സാക്ഷ്യപ്പെടുത്തും. ഈ ഫോമുകളെല്ലാം താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനിയുള്ളത് ഓരോ വകുപ്പും ഈ അപേക്ഷയിൽ എടുക്കേണ്ട നടപടികളെക്കുറിച്ചാണ്. എന്നാൽ അത് വളരെ വിശദമായി തന്നെ ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. താഴെത്തട്ടിലുള്ള ഓഫീസുകൾ വരെയുള്ള നടപടിക്രമങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനിയും പറഞ്ഞാൽ വീഡിയോ വീണ്ടും നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും ഈ അപേക്ഷയെല്ലാം മാനുവലായിട്ടാണ് സമർപ്പിക്കുന്നത്. എന്നാൽ ഇത് സമർപ്പിക്കുന്നതിന് ഒരു ഓൺലൈൻ സംവിധാനം, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്ന് പൊതുഭരണ വകുപ്പിനോട് ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് വരുന്നതുവരെ നമുക്ക് മാനുവലായി തന്നെ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടി വരും. ഈ വീഡിയോയുടെ 1-ാം ഭാഗത്തിന് ചുവടെയുള്ള കമന്റ് സെക്ഷനിൽ ഒട്ടനവധി പേർ ഈ ആശ്രിത നിയമനത്തെ അനാവശ്യ നിയമനം എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. അനുകമ്പാർഹമായ നിയമനങ്ങൾ ഒഴിവാക്കാൻ പാടില്ല എന്നും ഒട്ടനവധി പേർ കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ചിലർ തമ്മിൽ തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേയധികം സംശയങ്ങൾ ചിലർ ചോദിച്ചിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ രേഖപ്പെടുത്തപ്പെടുന്ന അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഒരു റിയാക്ഷൻ വീഡിയോ വർക്കിംഗ് ക്ലാസ് ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്തു തന്നെയായാലും അത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. വിശദമായ വളരെ ആരോഗ്യകരമായ ഒരു ചർച്ച ഉണ്ടാകട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പരമാവധി ആളുകൾക്ക് ഈ അറിവുകളൊന്ന് കിട്ടിക്കോട്ടെ. ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്